ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പത്താംകോട്ടയിലുള്ള ഇന്നലെ ഡ്രസ്സ് തിരുമ്പിയിട്ടൊന്നും ഉണങ്ങിയിട്ടാണ്. അപ്പോൾ രാവിലെ വെച്ചാണ് പുറത്തേക്ക് കിട്ടാണ്. ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്കൊന്ന് ഫുഡ് കഴിച്ചാൽ നല്ല വിശപ്പുണ്ട്. രാവിലെ എണീറ്റിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഹോട്ടൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഹോട്ടലിൽ പോകാം. നമുക്ക് ഗേറ്റൊക്കെ പ്രൊട്ടക്ഷൻ ആട്ടോ, അതുകൊണ്ട് വണ്ടി സുഖമായിട്ടിടാം. പിന്നെ നമ്മൾ രാത്രി ഏതൊരു പെട്ടി ഇറക്കി വെച്ചോ, ഇറക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. നേരെ ഓപ്പോസിറ്റ് അവിടെ ഹോട്ടലുണ്ട്. ഇതാണ് റോഡ്, മെയിൻ റോഡാണ്. ഇവിടെ നമ്മൾ വന്നേട്ടോ. ഇവിടുന്ന് ഇറങ്ങാട്ടെ. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്താണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകണം. പള്ളിക്ക് ഇറങ്ങിയ പള്ളി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നാ കണ്ടേ. ടൈം കറക്റ്റ് അറിയില്ല. കഴിഞ്ഞൂറി നമ്മള് ഹൈദരാബാദിന് പള്ളിക്കൂടിന് അന്ന് കുറച്ച് ഇതേമാതിരി 3/4 മണിക്കൂർ ലേറ്റായി. പള്ളി എത്തിട്ടോ. പള്ളി രസമാണ്, ചെറിയൊരു പള്ളി കേട്ടോ. ഇവിടെ ഇതൊക്കെ പള്ളികൾക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ വണ്ടി അവിടെ ഒരു വരണ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. മസ്ജിദ് കേട്ടോ. നിസ്കരിച്ചിട്ട് 2 മണിക്ക് നിസ്കാരം പറഞ്ഞു. ഇപ്പോൾ ഒരു 1:30 സമയം. ചെറിയ പള്ളി. ആദ്യം സ്ഥലത്ത് പള്ളി നോക്കിയ ലൊക്കേഷനിൽ പള്ളി ഇല്ല. പിന്നെ അപ്പുറത്ത് തന്നെ പശുക്കളും നിൽക്കണ്ട. അവിടെ ചേക്കൂരി എന്തൊക്കെയാണ്. പള്ളിക്കെന്ന് ഇറങ്ങി വന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ രാവിലത്തെ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മക്ഡൊണാൾഡ്സ് KFC ഒക്കെ കണ്ടു കേട്ടോ. മക്ഡൊണാൾഡ്സ് കഴിച്ചോ. കഴിഞ്ഞ് പോയാൽ ജമ്മു കയറാണ്. എന്താ കിട്ടാറില്ല. ഫുള്ള് കയറൊക്കെ കേട്ടോ. ഫുഡ് എന്തൊക്കെ ഉള്ളതെന്നുള്ള എൻ്റെ കിട്ടുന്നത്. ആഹാരം ഇല്ല ഇവിടെ. ഓർഡർ കേട്ടോ. മക്ഡൊണാൾഡ്സിന് സാധനം ഓർഡർ ഈ ഖത്തറിനാണ് ലാസ്റ്റ് കഴിച്ച്. ഇവിടെ എന്താ പാട് വെക്കുന്നത് ഓർഡർ ചെയ്യണേ. സാധനം വന്നിട്ട് നമ്മളെ 2 ഐറ്റം സാധനം ഇതൊക്കെ 2 പീസ് എക്സ്ട്രാ. എത്ര പീസിന്? നല്ല പണി കിട്ടും. എത്ര രൂപ ഇതിനോ? 125 റുപ്യേന്റെ സാധനമാണ് ഈ 2 ചിക്കൻ പീസ്. പിന്നെ 250 റുപ്യ ഇത് 2 ഈ സാധനത്തിന്. ഒരു പള്ളർച്ച് തിന്നിട്ടേ സൈഡ് നല്ലതാണ്. ഞങ്ങൾ ചതിച്ചു. വലിയ ഫോട്ടോ കാണിച്ചതാണ്ട് ചെറുത് തിന്നാന്ന് ചതിച്ച്. പകരം വീട്ടാ ഞങ്ങൾ അപ്പുറത്തുള്ള KFC പോയേക്കട്ടെ. അവിടത്തെ ഉള്ളത് KFC പിസ്സ ഹട്ട് ഒക്കെ പുറത്തന്നെ ഇതിന്റെ 99 റുപ്യൊക്കെ കണ്ടു. അത് 2 കൊടുത്ത് 2 മോഡലായിട്ട്. വേറെ എന്തെല്ലാം ഇന്ന് തീറ്റ ദിവസമായി മാറി. അല്ലെങ്കിലേ ഫുള്ള് തീറ്റ വീഡിയോയിലുണ്ട്. മക്ഡൊണാൾഡ്സിൽ വണ്ടി ഇരിച്ചാണ്ട് ഞങ്ങൾ അവിടെ KFC ഫുഡ് കഴിക്കട്ടോ. ഫുഡ് കഴിച്ചു. ഇനി പോട്ടെ. പത്താംകോട്ടയിൽ നിന്ന് ജമ്മുക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ യാത്രയുള്ളത്. അപ്പോൾ അതവിടെ ബോർഡ് കാണിക്കുന്നുണ്ട്. ബോർഡിൽ 90 കിലോമീറ്റർ എന്ന് മെൻഷൻ ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ പാളത്ത് കൂടെ ഉണ്ട് ഒരു ട്രെയിനിൻ്റെ ബോഗി മാത്രം പോകണേ. എൻജിൻ മാത്രം പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാരണം ദൂരത്ത് ഇങ്ങനെ കാണാൻ. അത് കഴിഞ്ഞൊരു 20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ബോർഡറിൽ എത്തിട്ടോ. ബോർഡറിലുള്ള ഇതൊക്കെയാണ്, ശില്പങ്ങളൊക്കെയാണിത്. ബോർഡർ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ പട്ടാളക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. എൻ്റെ ജിയോ സിമ്മ് നമ്മളെ ബോർഡർ കഴിഞ്ഞാൽ നെറ്റ് കിട്ടുന്നില്ല. അല്ല നെറ്റ് നല്ല റേഞ്ച് തന്നെ കിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നാണ്. അപ്പോൾ മാനേജർക്ക് വിളിച്ച് പറയണേ നാട്ടിലത്തെ മൂപ്പരെന്താ ആക്കി തരാമെന്ന് പറഞ്ഞു. നോക്കി നോക്കാം, അല്ലെങ്കിൽ ആകെ പെടും. പോസ്റ്റ് പെയ്ഡ് കണക്ഷനൊക്കെ ആക്കിയതാണ് ഞാൻ. ഓൻ്റെ പോസ്റ്റ് പെയ്ഡ് ഓന് കമ്പനി പോയി ആക്കി. ഞാൻ ഓൺലൈനിൽ ആക്കിയതാണ്. ഞാൻ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയില്ല. ഏതായാലും ചെക്ക് ചെയ്യാണ്. നോക്കാം നമുക്ക്. ഇതേതാ വണ്ടി ഇറങ്ങൊക്കെ വാർത്ത കണ്ട ഇവരാണ്. ഇതിന്റെ പേരെത്തറില്ല. നമ്മൾ പുജിന്ന് വെക്കാം. ഏതായാലും क्या नाम है वो गाड़ी का? टेम्पो बोलते हैं। टेम्पो बोलते हैं। टेम्पो बस टेम्पो 7 पैसेंजर ആൾക്കാർ ടെമ്പോ ടെമ്പോ ആണ് ഇതിന്റെ പേര്. ടെമ്പോയില് യാത്ര ചെയ്യാൻ നമ്മള് വണ്ടി വെച്ച് നമ്മൾ ടെസ്റ്റ് റൈഡ് നടത്തിട്ട് സംഭവം അടിപൊളിയാണ്. 7 സീറ്റുള്ള ടെമ്പോ അതിന്റെ പേര്. സൈലൻസർ ആണ് അവിടെ. നമ്മൾ ഇന്നലെ കണ്ട വണ്ടിയാണ്. സംഭവം പോലെ രക്ഷയില്ല. ഏതാ സൗണ്ടൊക്കെ വായിച്ചൊക്കെ അതിനുള്ളൂ. നമ്മളിപ്പോ ഒരു ട്രയൽ കഴിഞ്ഞ് അതിന്റെ ഒരു എഞ്ചിൻ പൊളിച്ചതായിട്ടുള്ള സംഭവത്തിൽ നല്ല പണി കിട്ടിട്ടോ. എൻ്റെ ജിയോ സിം ഞാൻ പോസ്റ്റ് പെയ്ഡ് ആക്കിയാണ്. എന്നിട്ട് അത് വർക്ക് ചെയ്യണില്ല. അപ്പം ഇനി വന്ന വഴി തന്നെ പോകണം. പത്താംകാട് തന്നെ പോകണം. 10-25 കിലോമീറ്റർ ഇനി ഓടാം. ഓൾറെഡി 10 കിലോമീറ്റർ ഓടിച്ചാണ് ഇവിടെ ബോർഡർക്ക് വന്നത്. കാരണം ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് റേഞ്ച് കിട്ടില്ല. പോസ്റ്റ് പെയ്ഡ് മാത്രമേ റേഞ്ച് കിട്ടുള്ളൂ. അതായാലും ജിയോ പോയിന്റ് പോയാൽ കഴിഞ്ഞ് കിട്ടുമല്ലോ എന്നൊരു ഐഡിയ ഇല്ല. അവിടെ നിന്ന് തപ്പിയാണ്ട് ലാസ്റ്റ് ഒരു 5 കിലോമീറ്റർ ചുറ്റുള്ളിൽ നമ്മളിവിടെ ജിയോന്റെ ഓഫീസ് കണ്ടാണ്. ജസ്റ്റ് പോയേക്കാം. നമ്മൾ മഞ്ചേരി മാനേജർ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഓഫീസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന. ജിയോന്റെ ഓഫീസിലാട്ടോ 5 ദിവസം എടുക്കുന്ന പറഞ്ഞു സിം ആക്ടിവേഷൻ ആയി വരാൻ. കാരണം ഇവിടെ ബയോമെട്രിക് ഒക്കെ ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ പുതിയ സിം എടുക്കാം. പുതിയ സിം എടുത്താൽ 10 സെയിം ആക്ടിവേഷനോ. നമുക്ക് പുതിയ സിം എടുക്കാമല്ലോ. ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഈ സിമ്മിലാണ്. അപ്പോൾ അത് വേണ്ട. ഏതായാലും 5 ദിവസം വെയിറ്റ് ചെയ്യണം. സമയം ഒരുപാട് പോയിട്ടോ. സംഭവത്തില് സിമ്മിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വീണ്ടും പോർട്ട് ചെയ്തിട്ടോ. അതായത് ഓൾറെഡി എൻ്റെ സിമ്മ് പോസ്റ്റ് പെയ്ഡ് ആണ്. പിന്നെയും പോസ്റ്റ് പെയ്ഡിക്ക് സിം എടുത്ത് പുതിയ സിം വന്ന് ഇതാണോ, അതാണ് പുതിയ സിമ്മ്.
ഈ സിമ്മ് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഉള്ള നമ്പർ കട്ടാവുക ചെയ്യുക. ഓൾറെഡി നമ്മൾ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ സിമ്മ് കട്ടാവും. കാരണം ജമ്മു ഒക്കെ സിമ്മ് ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് സിമ്മ് ഇട്ടോക്കാം, അപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ നേരത്തെ പോകുന്ന വൈകൂടെ തന്നെ പോരട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഇരുട്ടായിട്ടുണ്ട്, സൂര്യനൊക്കെ അസ്തമിക്കാനായിന് പറ്റാത്തി. പക്ഷെ ആകാശം ഇതൊക്കെ കാണാൻ നല്ല രസമാട്ടോ. പിന്നെ ഈ ബോർഡർ കഴിഞ്ഞ് കുറച്ചുകൂടി എത്തിയപ്പോൾ അതിൻ്റെ സിമ്മ് ഫുള്ള് നെറ്റ്വർക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി എത്തിയപ്പോൾ ഇങ്ങനെ പുഴ കാണുന്നുണ്ട്, ഫുള്ള് കല്ലാണ് താഴത്ത്. അതേപോലെ തന്നെ കുത്തി വലിച്ച് കലങ്ങി വരുന്നൊരു പുഴയാണ് കണ്ടത്. ഇങ്ങോട്ടുള്ള ഈ 100 കിലോമീറ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തികെട്ട റോഡാണ്. നാട്ടിലത്തെ അതേമാതിരി ഫുള്ള് പൊടി പാറി, നമ്മളാ കോഴിക്കോട് ഹൈവേ ഒക്കെ പണിയെടുക്കുന്ന അതേമാതിരി ഫുള്ള് പൊടിയും പാറി എരപ്പായ റോഡെ കൂടെ പോകുന്നുണ്ടോ. പിന്നെ ഇവിടുത്തെ വണ്ടിയിൽ വേറൊരു കാര്യമാണ്, നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു മീശൻ്റെ ചിഹ്നം, ബാക്കിലൊക്കെ കാണാം പല വണ്ടിയിലൊക്കെ മീശൻ്റെ ഒരു ചിഹ്നം എങ്ങനെ വെച്ചാൽ അത് ഇവരൊരു പ്രത്യേകതയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് കാണുന്നുണ്ട്. അത് ഭയങ്കര രസമായി. എന്തൊരു ഏരിയ മുഴുവൻ ഈ സൈഡിൽ മുഴുവൻ ഫുഡ് സ്ട്രീറ്റാണ്, കുറേ ദൂരം അങ്ങ് ഫുഡ് സ്ട്രീറ്റാണ് കിടക്കുന്നത് കേട്ടോ. ഏതായാലും ജമ്മുവിലെ ഈ സ്ട്രീറ്റ് ഫുഡിൽ ഇറങ്ങിട്ടോ നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് കടകളുണ്ട്. ഇതിങ്ങനെ ഒരു ഏരിയ, പിന്നെ കുറച്ച് പോയ വേറൊരു ഏരിയ, അങ്ങനെ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ഫുഡുകളാണ്, പല ഐറ്റംസ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കി നോക്കാം, നമുക്ക് പറ്റിയ ഐറ്റം നോക്കാം. വയറിന് കേടില്ലാതെ തന്നെ കഴിക്കണ്ടേ. അത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം 2 പ്ലേറ്റ് ഇറങ്ങിയാണ്. ജമ്മുവിലെ ഫേമസ് സാധനമാണ്, ഫേമസ് അല്ല, നല്ല തിരക്കുള്ളൊരു കട കേട്ടോ. ഞാൻ ക്യാപ്കാ രകേഷ് കാ ഷോപ്പ് ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം ഫുള്ള് ചെക്കന്മാരൊക്കെ സപ്പോർട്ട്. ഹൗ ഇസ് കലാത്തി കുൽഖ? പുളിയും ബ്രെഡും ഫുള്ളാകുമ്പോ തന്നെ ചോയ കിട്ടും. 2-3 സംഭവം ഉണ്ട് ഇതില്. ഇതൊക്കെയാണ് മുട്ടയും നടുത്ത മുട്ടയുണ്ട് അല്ലേ. മുട്ട എന്തോ സ്പോഞ്ച്. ഓരോരോ കടയിലും ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആണ് ഫുഡ്. പലയിടത്തും പലതും. ഇവിടെ കണ്ടോ എന്താ പറയാ, ചില്ലി ക്യാമ്പ് അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ വേറെ വെള്ള ഐറ്റംസ്. അവിടെ കിടക്കുന്നത് വേറെ. ഇതിലെന്തൊക്കെയുള്ളത് സ്പെഷ്യൽ പിസ്സ ഐറ്റംസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് ക്രിസ്പി ചാപ്പ്, ക്രിസ്പി മോമോസ്, ആ ഐറ്റംസ് അവിടെ ലൈവായിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ. അങ്ങനെ പല ഐറ്റംസ് ആണ് ഈ ജമ്മു ഫുഡ് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജമ്മു ടൗൺ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഈ ഫുഡ് സ്ട്രീറ്റ് വരും. നമ്മൾ ജമ്മു ടൗണിലേക്ക് പോകുമ്പോൾ വലത്തു ഭാഗത്തായിട്ടാണ് ഈ ഫുഡ് സ്ട്രീറ്റിലുള്ളത്. കുറേ ദൂരം നിരന്ന് കിടക്കുന്നുണ്ട്, ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുണ്ടല്ലോ. നമ്മൾ സൈഡാക്കി കഴിഞ്ഞാൽ മെനു കാർഡും കൊണ്ട് കുട്ടികൾ പൊഹഞ്ഞു വരികയാണ്. അത്രക്കും ഈ ഒരു നീളത്തിൽ സ്ട്രീറ്റ് കിടക്കാണ്. അടുത്ത സാധനം കേട്ടോ, മലായ് ചാമ്പ് പ്യൂർ വെജ് ആണ്. ബദാം പരിപ്പുണ്ട്, ഉറുമാൽബയുണ്ട്, ഫുഡ് കഴിച്ചാണ്ട് പിന്നെ നമ്മള് റൂമും തപ്പി ഇറങ്ങി. അവിടെ അങ്ങനെ കുറെ ടെമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഏരിയയിൽ കാണുന്നുട്ടോ. ഇതിന് അടി കൂടെ പോയപ്പോ നല്ലൊരു റൂം കണ്ട്, ഒരു ഹോട്ടല് കണ്ടിട്ടോ. ഇവിടെ റൂമൊന്ന് പോയേക്കാം, മുകളിൽ റൂം എന്നാണ്. റൂം കിട്ടി, വലിയൊരു റൂം കിട്ടിട്ടോ. 1000 റുപ്യ പറഞ്ഞേ, നമുക്ക് ഒറ്റപ്പെട്ട് മതിയല്ലോ. അപ്പോ 800 റുപ്യക്ക് ലാസ്റ്റ് സെറ്റ് ആക്കിയത്.